എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ വീട്ടിലെ ചെറിയ പച്ചക്കറിത്തോട്ടവും മനോഹരമായ പൂന്തോട്ടവും നിങ്ങളെ കാണിക്കാനാണ് പോകുന്നത്. സ്വന്തം വീട്ടിൽ തന്നെ വിഷരഹിതമായ പച്ചക്കറികൾ വളർത്തുന്നതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്തതാണ്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടി ഏതാണെന്ന് കമൻറ്റിൽ പറയാൻ മറക്കല്ലേ. ബന്ദിച്ചെടി വിത്ത് പാകിയിട്ട് ഉണ്ടായത് ഞാൻ പറിച്ച് നട്ടതാണ്. ഇവിടെ നിറച്ചും പൂത്ത് നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ കുറച്ച് പയറൊക്കെ നട്ടിട്ടുണ്ട്. അതിൻ്റെ നടുക്കായിട്ടൊരു തെങ്ങേനും ആദ്യം വെച്ചത്. അതിൻ്റെ ചുറ്റും പിന്നെ നിറച്ചും പച്ചക്കറികളും ചെടികളൊക്കെ ആക്കി നട്ടു. തെങ്ങിനെ കാണുന്നില്ല ഇപ്പം. തെങ്ങിന് വളർന്നു വരണത്രേ. പിന്നെ ചീര വിത്ത് പാകിയപ്പം അതിൽ നിന്ന് കുറച്ച് തൈകളൊക്കെ പറിച്ചിട്ട് ഞാൻ പ്രത്യേകം നട്ടതാണ് അവിടെ. പിന്നെ ഈ മുറ്റത്തിൻ്റെ സൈഡിലായിട്ട് ഞാൻ കുറച്ച് 10 മണി ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. 10 മണി ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇതാ 2 ഒരു കറക്കം കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. കയ്യിലെന്തോ കുറച്ച് ഇലകളൊക്കെ ഉണ്ട്. അത് തോട്ടിന്ന് പിടിച്ച മീനിന് കൊണ്ടു കൊടുക്കാൻ വന്നതാണ്. ഏട്ടൻ പച്ചക്കറികൾക്കെല്ലാം വളമിട്ട് കൊടുക്കുകയാണ്. പച്ചക്കറികൾക്കും പിന്നെ കുറച്ച് ഫലവൃക്ഷ തൈകളൊക്കെ വെച്ചിട്ടുണ്ട്. അതിനൊക്കെ വളമിട്ട് കൊടുക്കുക. എന്ത് വളമാണെന്ന് വെച്ചാൽ ഈ എല്ലുപൊടിയില്ലേ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ആഴ്ചയ്ക്ക് ഒരു ദിവസം മരുന്നൊക്കെ അടിക്കും ചെടികൾക്കും പച്ചക്കറികൾക്കെല്ലാം. ജൈവവളമാണ് എല്ലാം ഉപയോഗിക്കുന്നത്, രാസവളമല്ല ഉപയോഗിക്കാറ്. അവിടെ കുറച്ച് വഴുതനങ്ങ നട്ടിട്ടുണ്ട്. ഇപ്പം അതൊക്കെ വലുതായി കായ്ച്ചു. ഇത് ഞാൻ മുന്നേ എടുത്ത വീഡിയോ ആണ്. നല്ലപോലെ കായ്ച്ചിട്ടുണ്ട്. ഞാൻ എന്നും വഴുതനങ്ങ കറിയിൽ ഉൾപ്പെടുത്താറുണ്ട്. പക്ഷേ വഴുതനങ്ങയോട് ഇവിടെ ആർക്കും വലിയ പ്രിയമില്ല. എന്നാലും എനിക്കിഷ്ടമാണ് വഴുതനങ്ങ തോരനും ഇഷ്ടം. വഴുതനങ്ങ മാത്രം ഇട്ടിട്ട് ഓലനും വെക്കും. വഴുതനങ്ങ കൊണ്ട് വേറെ എന്തൊക്കെ വെക്കുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് പറഞ്ഞു തരണേ. പിന്നെ ഈ കാണുന്നതൊക്കെ ചട്ടികളിലൊക്കെ ഞാൻ 10 മണീൻ്റെ തണ്ട് മാറ്റി നട്ടതാണ്. അതൊക്കെ നല്ലപോലെ പടർന്നിട്ടുണ്ട്, നിറച്ചും പൂത്തിട്ടുമുണ്ട്. രാവിലെ ആയിക്കഴിഞ്ഞാൽ പൂക്കളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം എനിക്ക്. നിറച്ചും പൂത്തിട്ട് 10 മണിയാണെന്ന് എനിക്ക് ഫേവറേറ്റ് പൂ. ബന്ദി കാണുന്നുണ്ടോ നിറച്ചും പൂത്തിട്ട്? ഇപ്പം മഴക്കാലം വന്നതോടുകൂടി ബന്ദിയൊക്കെ നശിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാ വഴുതനങ്ങ കുറച്ച് ഉഷാറായിട്ടുണ്ട്. ഇപ്പം അതിൽ കായ്ച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ വശത്ത് നിറച്ചും മുളകാണ് കൂടുതൽ. മുളകിൻ്റെ തൈ നിറച്ച് ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ട്. പിന്നെ വഴുതനങ്ങ പിന്നെ വാങ്ങിച്ച് നട്ടതുകൊണ്ട്, അല്ലാണ്ട് നമ്മൾ ഈ വിത്ത് പാകിയിട്ട് ഉണ്ടായ വഴുതനങ്ങളും ഉണ്ട്. ഈ കപ്പളങ്ങ കണ്ടോ, ഇത് 30 ഉറുപ്പ്യക്ക് വാങ്ങിച്ച് വെച്ച തൈയാണ് കേട്ടോ. ചെറുത് തന്നെ കായ്ച്ചിട്ടുണ്ട്. ഇതിന് നടുക്കൊക്കെ 2-3 തെങ്ങൊക്കെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മുരിങ്ങ കണ്ടോ, മുരിങ്ങ നമ്മൾ വെട്ടി വീഴണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അത് വിട്ടുപോയത് കൊണ്ട് അതങ്ങ് പൊങ്ങിപ്പോയി. പിന്നെ കുറച്ച് പച്ച ചീരയുണ്ട്. ചീരയൊക്കെ നമ്മൾ തോരൻ വെക്കുമ്പോൾ മുകളിൽ നിന്ന് കട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ. ഈ മുളകിന് നടുക്കൊരു പേരയും കൂടി ഉണ്ട് കേട്ടോ. പേരയുടെ തൈയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. നടാൻ സ്ഥലവുമില്ല, മെയിനായിട്ട് അതാണ്. ജൂഡോ വിചാരിക്കുന്നത് ഇപ്പം ജൂഡോനെയാണ് ഫോട്ടോ എടുക്കുന്നതെന്ന്. ഈ ഒരു ഭാഗത്ത് മൊത്തം ചെടി വെച്ച് പിടിപ്പിക്കാനായിരുന്നു ആഗ്രഹം. പക്ഷേ ഈ നമ്മളെ ഈ തൈകളൊക്കെ നടാനൊരു സ്ഥലവുമില്ല. അതുകൊണ്ട് ഈ ചെടി വെക്കുന്ന സ്ഥലത്ത് നമ്മളൊരു പേര വെച്ചു. ചെറിയ പേരയെ തന്നെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ. പേരയുടെ തൊട്ടടുത്ത് തന്നെ ഒരു ആത്ത തൈയും വെച്ചിട്ടുണ്ട്. എൻ്റെ 10 മണി കളക്ഷൻ കണ്ടോ. കളക്ഷൻ എന്ന് പറയാം, ഒരു കളറിന് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ കളർ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ പൂവ് നല്ല വണ്ണെടുത്തിട്ടുള്ള പൂവാണ് ഈ 10 മണിയുടെ. ഇനി നിറച്ചും 10 മണിയും ചെണ്ടുമല്ലിയും ആക്കണം എന്ന് എൻ്റെ ആഗ്രഹം. തക്കാളി കണ്ടോ, തക്കാളി ഉണ്ടായിട്ടുണ്ട്. പിന്നെ പയർ, നമ്മൾ ദിവസം നമുക്ക് പയറുണ്ടാക്കാൻ നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ കിട്ടലുണ്ട് കേട്ടോ. നമ്മുടെ തോട്ടത്തിലെ പച്ചക്കറികൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. പയർ നമ്മൾ 2-3 സ്ഥലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പയറിന് ഒരു ക്ഷാമം ഉണ്ടായിരുന്നു. നല്ലപോലെ പയർ കിട്ടിയായിരുന്നു. ദിവസവും വച്ചിട്ട് നമുക്ക് തീരുന്നില്ലായിരുന്നു. പിന്നെ തൊട്ടടുത്തുള്ളവർക്കും എല്ലാവർക്കും പയറുള്ളതുകൊണ്ട് എവിടെയും കൊടുക്കാനും പറ്റിയില്ല. വീട്ടിൽ വരുന്നവർക്ക് കൊടുക്കലുണ്ടായിരുന്നു, നമ്മളെ കസിൻസൊക്കെ വന്നാൽ. ഇത് ഞാൻ ഓരോ ദിവസം പയർ അമ്മ പറിച്ചപ്പോഴും എടുത്ത വീഡിയോ ആണ്. ഒരു ദിവസം നമ്മൾ പറിക്കുമ്പോൾ ഇത്രത്തോളം കിട്ടാറുണ്ട്. അങ്ങനെ എല്ലാ ദിവസവും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഈ കെട്ടിവിടെ കെട്ടിപ്പൊന്തിച്ച പാടും തന്നെ വെറുതെ ഇതിൻ്റെ ഇടയിൽ കൂടെ കുത്തി കൊടുത്തതാണ് ഈ ചെടി. ഇതിങ്ങനെ പടർന്ന് നമ്മുടെ ഈ ഒരു ഭാഗം ഇത്ര മനോഹരമാക്കുമെന്ന് വിചാരിച്ചില്ല. പിന്നെ ഇതിൻ്റെ ഉപകാരങ്ങളും ഉണ്ട്. ഇത് കണ്ണിനൊക്കെ നല്ലതാണ്. ഇത് തോരൻ വെച്ച് കൂട്ടാൻ. ഇതിലൂടെ പോകുന്നവർ പറയും ഇത് ചീരയാണ്, ഇത് കണ്ണിനൊക്കെ നല്ലതാണെന്ന്. അതുകൊണ്ട് നമ്മളിത് പറിച്ച് തോരൻ വെക്കാറുണ്ട്. ഇത് കണ്ണിന് നല്ലതായത് കൊണ്ടാണോ എന്നറിയില്ല, ഇവിടെയുള്ളവർ ഇതിന് കണ്ണിച്ചീര എന്നാണ് പറയുന്നത്. ഇതിന് വേറെ വല്ല പേരും ഉണ്ടെങ്കിൽ അറിയാവുന്നവർ കമൻറ്റിൽ പറയണേ. ഇത് പഞ്ചായത്തിൽ നിന്ന് അപേക്ഷ വെച്ച് കിട്ടിയൊരു ടിഷ്യൂ വാഴയാണ്. ഇത് നടുന്ന വീഡിയോ ഞാൻ ഒരിക്കൽ പോസ്റ്റ് ചെയ്തായിരുന്നു. അത് കുറച്ചിപ്പം വലുതായിട്ടുണ്ട്. ഇത് നമ്മുടെ പഴയ വീട്ടിലേക്ക് കയറിപ്പോകുന്ന നടയാണ്. അതിൻ്റെ ആ സൈഡിൽ മൊത്തം കറ്റാർ വാഴ ചാക്കിലാക്കി നട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പനിക്കൂർക്കലയും അവിടെ ഇവിടെ ആയിട്ടെല്ലാം നട്ടിട്ടുണ്ട്.
ഇവിടെയും വഴുതനങ്ങ കൊണ്ട് നട്ടിട്ടുണ്ട് കേട്ടോ. വഴുതനങ്ങ ഒരുപാടുണ്ട്. താഴത്തെ വീട്ടിലും മേലത്തെ വീട്ടിലും എല്ലാം ആയിട്ട് വഴുതനങ്ങ ഒരുപാട് നട്ടിട്ടുണ്ട്, ഒരുപാട് കായ്ച്ചിട്ടുമുണ്ട്. പക്ഷേ ഇതിനോട് ആർക്കും അത്ര താല്പര്യം പോരാ. ഞാനും അമ്മയും ഇവിടുന്ന് അത് തോരൻ വെച്ചാലാണെങ്കിലും കറി വെച്ചാലാണെങ്കിലും കൂട്ടും. പിന്നെ 2-3 തരം മുളകും ഉണ്ട്. ഇതൊരു ഉണ്ട മുളകാണ് ഈ കാണുന്നത്. ഈ ചാക്ക് നിറച്ചു ഇഞ്ചിയാണ് നട്ടേക്കുന്നത്. ഈ ചാക്കിൽ മൊത്തം ഇഞ്ചിയാക്കിയതൊക്കെ അമ്മയുടെ പണിയാണ്. അമ്മ ആദ്യം പറമ്പിലേനും ഇഞ്ചിയൊക്കെ നടൽ. ഇപ്രാവശ്യം കുറേ സിമെൻറ്റിൻ്റെ ചാക്കൊക്കെ കിട്ടിയോണ്ട് ചാക്കിലും നട്ടുവെച്ചു. പിന്നെ ഇഞ്ചി കൂടാതെ മഞ്ഞളുണ്ട്, കപ്പ, ചേന, ചേമ്പ്, കാച്ചിൽ ഇതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ബത്താസില്ലേ, ചീനിക്കിഴങ്ങ്, അതൊക്കെ അമ്മ നട്ടുപിടിപ്പിക്കുന്നതാണ്. അതൊക്കെ ഈ പറമ്പിൻ്റെ മുകളിലായിട്ടാണ് ഉള്ളത്. നമ്മുടെ കോഴിയൊക്കെ തീർന്നു, ആകെ 2 എണ്ണേ ഉള്ളൂ. നമ്മൾ ഈ പച്ചക്കറികൾക്കും തൈകൾക്കെല്ലാം ഈ കോഴിക്കാട്ടാണ് വളമായിട്ട് ഉപയോഗിക്കുന്നത്. ഈ തക്കാളിയൊന്നും കായ്ച്ചിട്ടില്ല. അത് ആലിപ്പഴം വീണത് കൊണ്ടാണ് തക്കാളിയൊന്നും കായ്ക്കാത്തതെന്നാണ് അമ്മ പറയുന്നത്. അതിൻ്റെ ശാസ്ത്രം എന്താണെന്ന് എനിക്കറിയില്ല. ഇവർ പറയുന്ന അറിവില്ലേ നമുക്കുള്ളൂ. അവിടെ കോഴിക്കൂടിനോട് ചേർന്നിട്ട് കുമ്പളത്തിൻ്റെ തൈയും വളർന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ നട്ടിട്ടുള്ളത് പഴയ വീട്ടിലെ മുറ്റത്താണ്. ഇതാ തക്കാളിയിൽ ഒടിഞ്ഞു കുത്തിപ്പോയിട്ടുണ്ട്, കുറേയൊക്കെ കായ്ച്ചിട്ടുണ്ട്. തക്കാളിയൊക്കെ നമ്മൾ എല്ലാ കൊല്ലവും നട്ടിട്ട് ഒരുപാട് കായ്ച്ചിട്ട് നമ്മൾ മൊത്തം ആ ഒരു ടൈമിൽ തക്കാളി എന്നെയായിരുന്നു എപ്പോഴും തോരൻ വെച്ചിട്ടും കറി വെച്ചിട്ടും ഒക്കെ. അഥർവിന് പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ തക്കാളിയായിരുന്നു ഞാൻ കൂടുതൽ കഴിച്ചിട്ടുള്ളത്. വീട്ടിലെ മുറ്റത്ത് നിൽക്കുമ്പം തക്കാളി പറിച്ച് കഴിക്കുമായിരുന്നു. കൂടുതൽ ഞാൻ തക്കാളി കഴിച്ചതുകൊണ്ടാണോ എന്നറിയില്ല, അഥർവിന് തക്കാളി ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും തക്കാളി കണ്ട അവൻ അത് അപ്പാടും തന്നെ വേണം. ഇതും മുറ്റത്ത് തന്നെ നട്ട റംബൂട്ടാനാണ്. ഇപ്രാവശ്യം നല്ലപോലെ കായ്ച്ചിട്ടുണ്ട്. നല്ല മധുരമുള്ള പഴമായിരുന്നു കേട്ടോ. നല്ലപോലെ കായ്ച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് പഴുത്തിട്ട് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. അത് നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ നമുക്ക് കറിവേപ്പില ഒരുപാടുണ്ട് കേട്ടോ. വലിയ മരമായിട്ടുണ്ട് കറിവേപ്പില. പിന്നെ ഇത് സപ്പോട്ടയാണ്. 3 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന പറഞ്ഞിട്ട് നട്ടതാണ്. കായ്ച്ചിട്ടുണ്ടെങ്കിലും പഴുത്തിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ഇനി ഇതെങ്കിലും പിടിക്കുമെന്നറിയില്ല. പിന്നെ ഇവിടെ ഒരു നാരകം കൂടിയുണ്ട്. മുട്ടത്തോട് പൊടിച്ചത്, അത് നമുക്ക് ചെടിക്കെല്ലാം ഇട്ട് കൊടുക്കാം. നല്ല വളമല്ലേ. മുട്ടത്തോട് പൊടിച്ചത് ഞാൻ ചെടിക്കിട്ട് കൊടുക്കുമ്പോഴേക്കും ആരും നന്ദുവും വന്നിട്ട് ഞാൻ ഇട്ട് കൊടുത്തോളാന്ന് പറഞ്ഞു. അപ്പോൾ ആരോട്ടും പറഞ്ഞു ഫസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കാം, എന്നിട്ട് നീ ഇട്ട് കൊടുത്താൽ മതിയെന്ന്. അല്ലെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും പണി ചെയ്യുമ്പം 2 പേരും എൻ്റെ കൂടെ ചെയ്യാൻ കൂടും കേട്ടോ. ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. ആരോട്ടിനെക്കാളും കൂടുതൽ നന്ദു എൻ്റെ കൂടെ വരും. എന്തേലും ഞാൻ ആരുവിനോട് പറയുമ്പോഴേക്കും നന്ദു ചെയ്തു തരും. അത് എന്നും മുട്ട കഴിക്കുന്നതുകൊണ്ട് മുട്ടത്തോട് ഒരുപാടുണ്ടാവും. ആ മുട്ടത്തോടൊക്കെ ഒന്ന് മിക്സിയിലിട്ട് കറക്കിയെടുത്ത് പൊടിച്ചിട്ട് ഈ റോസക്കൊക്കെ ആഴ്ചയ്ക്ക് 1 തവണ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല വളമായിക്കോളും. അപ്പം റോസ നല്ല പൂക്കളും നമുക്ക് തരും. 5-6 കളർ റോസ ചെടികളുണ്ട് എൻ്റെ അടുത്ത്. നന്ദുവിന് കൊടുക്കാതെ ആരൂട്ടന് ഇടുവാന്ന് പറഞ്ഞിട്ട് നന്ദുവിന് സങ്കടമായിട്ടുണ്ട്. അപ്പുറത്ത് ഞാൻ പോയി സൈക്കിൾ ഇതും കൂടി ഇട്ടിട്ട് ഇതാണ് നമ്മുടെ നന്ദൂട്ടൻ. ആരൂട്ടൻ സൈക്കിൾ കഴുകാൻ പോയിട്ടുണ്ട്. പിന്നെ ഇവർക്കെല്ലാം എന്ന് വെച്ചാൽ ഈ ഒരു പ്രായത്തിലുള്ളവർക്ക് എപ്പോഴും ഒരു തിരക്ക് പിടിച്ച് എന്തെങ്കിലും ചെയ്യുമ്പോൾ വേഗം ഓടി വരും, അത് ചെയ്യണമെന്ന് പറയും. പിന്നെ അതവിടെ ഇട്ടിട്ട് വേഗം അടുത്ത പണിയിലേക്ക് പോകും. ഒന്നിലൊരു സ്ഥിരമായി നിൽക്കൂല. കളിക്കണം എന്നുള്ള വിചാരം കൊണ്ട് ഓട്ടയേ ഓട്ട. ആരൂട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് നന്ദു. പിന്നെ അനിരുദ്ധും ഉണ്ട്. അനിരുദ്ധ എപ്പോഴൊന്നും കാണാറില്ല ഇവരെ കൂടെ. തോട്ടിൽ പോയി മീൻ പിടുത്തവും ഷട്ടിൽ കളിയും ക്രിക്കറ്റ് കളിയും അങ്ങനെ എല്ലാ കാടിലും മേട്ടിലും എല്ലാം കയറിപ്പോയി. എല്ലാവരുടെ വീട്ടിലും പോയി ഭക്ഷണമൊക്കെ കഴിച്ച്, ചിലപ്പോൾ ഒന്നിക്ക് ഇവിടെ നിന്നായിരിക്കും ഭക്ഷണം, അല്ലെങ്കിൽ നന്ദുവിൻ്റെ വീട്ടിൽ നിന്നായിരിക്കും. അങ്ങനെ ഇവർ ഇതിനു മുന്നേ കണ്ട വീഡിയോസൊക്കെ മഴ തുടങ്ങുന്നതിന് മുന്നേ ഉള്ളതാണ്. ഇതിപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് മണ്ണിന് നല്ല നനവുള്ളതാണ്. അപ്പോൾ കുറച്ച് ചെടികളൊക്കെ നടാന്ന് വെച്ചു. ഇതൊരു കുറ്റിച്ചെടിയാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ചെറിയ ഇലകളാണ് ഇതിന്. അതിൻ്റെ അകത്തൊരു വെള്ള പൂക്കളാണെന്നുണ്ടാവുക. അധികം പൊങ്ങിപ്പോകാതെ ഇത് വെട്ടി വിടുവാണെങ്കിൽ ഇതൊരു നല്ല കുറ്റിച്ചെടിയായിട്ട് നമ്മളെ വീടുകളിൽ വളർത്തിയെടുക്കാൻ പറ്റിയ, കാഴ്ചക്കാർക്ക് ഭംഗി തോന്നിക്കുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ. ഈ ചെടി ഫയർ സ്റ്റേഷനിൽ ഒരുപാടുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കുറച്ച് പൊട്ടിച്ച് കൊണ്ടുവന്നതാണ്. അത് ഏട്ടൻ തന്നെ എല്ലായിടത്തും നടുവാന്ന്. ഹൗസ് വാമിങ്ങിന് ശേഷം ഒരു തവണ ഇത് കൊണ്ടുവന്ന് നട്ടതായിരുന്നു. നല്ല വെയിലുള്ള സമയത്തായതുകൊണ്ട് അതെല്ലാം കരിഞ്ഞു പോയി. ഇപ്പം മഴ പിടിച്ച സമയത്ത് ഇത് നടുമ്പം വേഗം പിടിക്കുമെന്നാണ് പറഞ്ഞത്. റോഡിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഭാഗത്ത് ചുറ്റോട് ചുറ്റും
ആ ചെടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു 18 കളർ പൂച്ചെടിയാണ്. ഇത് റോഡിനോട് ചേർത്ത് നടുവാണ്, മുറ്റത്തുണ്ടായിരുന്നതായിരുന്നു. ഇവയൊക്കെ എൻ്റെ വീട്ടിലെ ചെടികളാണ്. പലതരം റോസാപ്പൂക്കളും പല നിറത്തിലുള്ള പലവിധം ചെടികളുണ്ട്. പൂക്കളുള്ള ചെടിയുണ്ട്, പൂക്കളില്ലാത്ത ഇലച്ചെടികളുമുണ്ട്. ഈ ബന്ധിച്ചെടിയൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പം മഴക്കാലമായതോടുകൂടി അതൊക്കെ നശിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലുള്ള പല ചെറിയ പൂക്കളുള്ള ചെടികളും ഉണ്ട്. കാക്കപ്പൂ പോലത്തതും നല്ല ഭംഗിയുള്ള റോസാപ്പൂക്കളും നിറഞ്ഞ പൂന്തോട്ടമാണ് എൻ്റേത്. ഈ ഒരു ചെടി 10 മണിയുടെ ഒരു ഇനത്തിൽപ്പെട്ട ചെടിയാണ്. അതിൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതൊരു ചെമ്പരത്തിയുടെ ഇനത്തിൽപ്പെട്ട പോലത്തെയാണ്. അതും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വാടാമല ഒരുപാടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കുറ്റിച്ചെടിയാണ്. ആ ചെറിയതാണെങ്കിലും അതിലും പൂവിട്ടിട്ടുണ്ട്. 10 മണിയുണ്ട് ഒരുപാട്. ഈ ചെടിയുടെ പേരെന്താണെന്നറിയില്ല. ഇത് നല്ല രസമുണ്ട്. ഇതൊരു ഇലച്ചെടിയാണ്, അതിൽ ചെറുതായിട്ടൊരു പൂവുണ്ട്. ബന്ധിച്ചെടിയുടെ ഓറഞ്ച് മാത്രമല്ല മഞ്ഞയും ഉണ്ട്. പിന്നെ ഇതൊക്കെ കുറച്ച് ഇലച്ചെടികളാണ്, നല്ല ഭംഗിയുള്ള ഇലച്ചെടികളാണ് ഇതൊക്കെ ആദ്യം ഞാൻ മണ്ണിലേന് നട്ടത്. അവിടുന്ന് പറിച്ചിട്ട് പിന്നെ ചട്ടിയിലാക്കിയതാണ്. അതിനി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചെടുത്തുനിന്നാണ് അത് പിന്നെയും അത് തെഴുത്ത് വന്നത്. പിന്നെ 10 മണികൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ചേറെയുണ്ട്. അതൊക്കെ മഴയത്ത് നശിച്ചു പോകുന്നത് കൊണ്ട് മുറ്റത്തെ ഭിത്തിയോട് ചേർത്ത് വെച്ചതാണ്. ഇത് ഞങ്ങളുടെ ജൂഡോയുടെ കൂടിൻ്റെ അടുത്തുള്ള പേരയാണ്. ആ പേര കായ്ച്ചിട്ടുണ്ട്. ചെറുതിൽ തന്നെ അതിൽ കായ വന്നിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ കാണിച്ച മുളകിൻ്റെ തോട്ടം തന്നെയാണ്. ഞങ്ങളുടെ അലക്കുകല്ലിനോട് ചേർന്നിരിക്കുന്ന ആ ഭാഗത്ത് കുറേ മുളകുണ്ട്. അതിലൊക്കെ നിറച്ചും കായ്ച്ചിട്ടുണ്ട്. വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള മുളക് നമ്മൾ ഇവിടുന്ന് തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ എല്ലാവർക്കും പ്രിയം മുളക് വറുത്തതാണ്. ഉപ്പിട്ട് വാട്ടിയെടുത്തിട്ട് ഉണക്കിയെടുക്കുന്നതാണ് ഈ കൊണ്ടാട്ടം. പിന്നെ ഇതിൻ്റെ വേറൊരു വെർഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, തൈരിൽ മുക്കിയിട്ട്. അത് നല്ല സൂപ്പറാണ് കേട്ടോ മുളക് വറുത്തത്. വാട്ടുമ്പം കുറച്ച് തൈരും ഉപ്പും കൂടെ മിക്സാക്കിയിട്ട് നമ്മളൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം നല്ലപോലെ വെയിലത്ത് വെച്ച് ഉണക്കി നല്ല എയർ ടൈറ്റ് കണ്ടെയ്നർ സൂക്ഷിച്ച് ഒരുപാട് കാലം നമുക്കിത് ഉപയോഗിക്കാം. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വീഡിയോസൊക്കെ വേറെ വേറെ ദിവസങ്ങളിലെടുത്ത വീഡിയോസാണ്. ഈ വീഡിയോയ്ക്ക് കുറച്ച് ദിവസത്തെ ഇടവേളയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ തോട്ടത്തിലെ പച്ചക്കറികൾക്കും മുറ്റത്തെ ചെടികൾക്കെല്ലാം കുറച്ച് മാറ്റമുണ്ട്. ഇതിപ്പോൾ നല്ല മഴ പെയ്ത് തോർന്ന സമയത്തുള്ള വീഡിയോയാണ്. ആ സമയത്ത് അമ്മയും ഏട്ടനും കൂടെ കോഴിയുടെ വളം എല്ലാ തൈകൾക്കും ഇട്ട് കൊടുക്കുമായിരുന്നു. കോഴിയുടെ വളത്തിന് ചൂടായത് കൊണ്ട് തന്നെ ഈ മഴ സമയത്താണ് ഇത് ഇട്ട് കൊടുക്കാനുള്ള നല്ല ടൈം എന്നാണ് പറയുന്നത്. അത് മുറ്റത്തുള്ള ഫലവൃക്ഷ തൈകൾക്കും തെങ്ങിനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വളം ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തൈയോട് ചേർത്തിട്ട് ഇട്ട് കൊടുക്കരുത്. അതിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇത് ചൂടായതുകൊണ്ട് തന്നെ ഏത് ഫലവൃക്ഷ തൈയാണെങ്കിലും അതിനോട് ചേർത്തിടാതെ അതിൽ നിന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇടുവാണെങ്കിൽ അതായിരിക്കും ഉത്തമം. പിന്നെ നിങ്ങൾ ഈ പപ്പായ ശ്രദ്ധിച്ചോ? ചെറിയ പപ്പായയിൽ തന്നെ കായ്ച്ചത് കണ്ടോ? ഇത് 30 രൂപയ്ക്ക് വാങ്ങിച്ച് നട്ട പപ്പായയാണ്. ഇവിടെ എല്ലാം സ്ഥലപരിമിതി കൊണ്ടെല്ലാം അടുപ്പിച്ചടുപ്പിച്ചാണ് നട്ടേക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ പോയിട്ട് വേണം ആ പേരക്കെല്ലാം വളവിട്ട് കൊടുക്കാൻ. പാകിയെടുത്തുനിന്ന് പറിച്ചു നട്ടുകയല്ലേ. മുളക് ഒരുപാട് കിട്ടിയില്ലേ? ഇവിടെ മൊത്തം മുളകിൻ്റെ കാടായിട്ട് ഏട്ടൻ മൊത്തം പറിച്ച് കളയാനാണ് പറയുന്നത്. ഒരു നാല് ഒന്നും കൊള്ളുന്നില്ല. അങ്ങനെ കാഴ്ച നമുക്ക് ഇങ്ങനെ തൂക്കലേ മതി.
പിന്നെ അത്രക്കും വീതിയുള്ളതാണത്. തണുപ്പ് ചൂടല്ലേ വേണ്ടേ? ചൂടട്ടെ. നാര് പോലത്തെ ഉണ്ട്, നാര് പോലത്തെ. ഇതാണ് ഞങ്ങളുടെ ചെറിയ പച്ചക്കറിത്തോട്ടവും പൂന്തോട്ടവും. ഇത്തരത്തിൽ വീട്ടിൽ ചെറിയ സ്ഥലമെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ചെറിയ പച്ചക്കറിത്തോട്ടവും പൂച്ചെടികളും നട്ടുവളർത്താൻ ശ്രമിക്കൂ. സ്വന്തം കൈകൊണ്ട് വളർത്തുന്ന ഓരോ ചെടിയും നമ്മുടെ ജീവിതത്തിന് സന്തോഷവും സമാധാനവും തരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ. എന്തഭിപ്രായമാണെങ്കിലും അത് കമൻറ്റിൽ അറിയിക്കണേ. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി ശ്രീ വിത്ത് ഫാമിലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കൺ കൂടെ അമർത്തണേ. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.